ഹായ്, ചാനൽ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണിയാണ്. മലബാറിൽ കേരളത്തിൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടവും സ്വാദിഷ്ടമായ ഒരു ഭക്ഷണ രീതിയാണ് കപ്പ ബിരിയാണി, കപ്പ ബിരിയാണി. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സ്വാദിഷ്ടമായ രീതിയിൽ നാവിൽ എന്താ പറയുക, കപ്പയുള്ളതൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയില്ലേ എന്ന് പറഞ്ഞ സ്വാദിഷ്ടമായ രീതിയിൽ കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെങ്കിൽ പറ്റിയെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതെ, നമ്മളിപ്പോൾ 4 കിലോ കപ്പ എടുത്തിരിക്കാൻ നല്ല പൊളിച്ച് നല്ല വൃത്തിയാക്കിയാണ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 4 കിലോ കപ്പ എടുത്ത് നമ്മൾ കപ്പ ബിരിയാണി എങ്ങനെയാണ് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മൾ കപ്പ നന്നായിട്ട് പൊളിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി അത് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഇനി ബാക്കി കാര്യങ്ങൾക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇല്ല, നമ്മൾ കപ്പയെല്ലാം ഇതേപോലെ തന്നെ പൊളിച്ച് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനിയാണ് നമ്മളിത് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ഭംഗിയായിട്ട് ചെറുതായിട്ട് കുഞ്ഞുകുഞ്ഞാണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാ നമ്മൾ എല്ലാം വൃത്തിയിൽ കഴുകി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ പറ്റാൻ വേണ്ടി പോവുകയാണ്. നല്ല ഒരു 4 തവണയെങ്കിലും അതിൻ്റെ ചോരമണം പോകുന്നതിന് വരെ 4 തവണയെങ്കിലും കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് മസാല ചേർക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ 5 സബോളയാണ് എടുത്തിരിക്കുന്നത്. ഈ 5 സബോള എന്ന് വെച്ചാൽ അല്ലെങ്കിൽ 5 വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒരു 250 ഗ്രാം. അത് നമ്മൾ 2 കിലോ ആണല്ലോ ഉണ്ടാക്കുന്നത്. 2 കിലോ എല്ലും 4 കിലോ കപ്പയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം 250 ഗ്രാം ഏകദേശം ഒരു കണക്കാക്കാൻ വേണ്ടി 5 സബോള, ഇതാ 4 പച്ചമുളക്, 2 തക്കാളി, ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി. ഇതാണ് നമ്മളിപ്പം എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ 4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നമ്മുടെ പാൻ ചൂടായിരിക്കുകയാണ്. ആ പാനിലേക്ക് നമ്മൾ ഇടുകയാണ്. അതേപോലെ നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണ് നമ്മൾ ബീഫ് മസാല അല്ലെങ്കിൽ എന്താ പറയുക പോത്ത് മസാല, അങ്ങനെ പലരും പറയും. പിന്നെ 2 സ്പൂണ് നമ്മൾ ഇത് കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂണ് ഇത് മഞ്ഞൾപ്പൊടി. അത് നമ്മൾ ജസ്റ്റ് വെച്ചാൽ ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നതിന് വരെ നമ്മളിത് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നല്ല ഭംഗിയായിരിക്കും. അതിന് ഇതിൻ്റെ പകുതി നമ്മൾ എടുക്കുക. ഇതിൻ്റെ പകുതി നമ്മൾ എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ എരിയിലേക്ക് വെച്ച് നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. വലിയ ഏകദേശം നല്ല ഭംഗിയായി ഓക്കെ ആയി. ഇത് ഓക്കെ ആയി കേട്ടോ. നമ്മൾ ചൂടാക്കി അതിൻ്റെ പച്ചമണം മാറ്റിയ ആ മസാല കംപ്ലീറ്റ് നമ്മൾ നമ്മുടെ ബീഫിലേക്ക് 2 കിലോ ബീഫിലേക്ക് നമ്മൾ ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യത്തിൽ ഇതിന് നമ്മൾ അല്പം തൈരോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ ഒരു പീസോ നമ്മൾ കുരുവില്ലാതെ അതിൻ്റെ നീര്, ചെറുനാരങ്ങയാണ് കുരുവില്ലാതെ അതിൻ്റെ നീര് ഇതിലേക്ക് നമ്മൾ ചെയ്യണം. അത് ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണിയിലെ ഏറ്റവും വലിയ ഒരു കാര്യം വരാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇളക്കി നല്ല രീതിയിലാക്കി ഒരു 25 മിനിറ്റ് നമ്മളിത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. കണ്ടില്ലേ, നമ്മളിത് നല്ല വൃത്തിയായി എല്ലാ ഭാഗത്തും ഇത് വന്ന് കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മൾ നോക്കിയേ, എല്ലാ ഭാഗത്തും ഇത് നമ്മൾ വന്നു കഴിഞ്ഞില്ലേ. ഓക്കെ, നമ്മൾ ചൂടാക്കി നല്ല ഭംഗിയായി അതിൻ്റെ മണമൊക്കെ മാറിയ പച്ചമണമൊക്കെ മാറിയ മസാലയൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്തു. ആവശ്യം നമ്മൾ ഉപ്പും ചേർത്തു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നമ്മളെല്ലാം റെഡിയാക്കി വെക്കുക. ഇനി നമ്മളിത് കുക്കറിലേക്ക് വെച്ചിട്ട് നമ്മുടെ കുക്കറിൻ്റെ കപ്പാസിറ്റി വെക്കുക. ഏത് കുക്കറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ കപ്പാസിറ്റി. ഞാൻ ഉപയോഗിക്കുന്ന കുക്കറിൽ 3 വിസിൽ കേട്ടാൽ മതി. ആ 3 വിസിൽ ഇത് ഓക്കെയാണ്. നമ്മുടെ പാൻ ചൂടായിരിക്കുകയാണ്. അപ്പോൾ ഈ പാനിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് വെക്കുകയാണ്.
അതിന് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യം നമുക്കില്ല. നമ്മൾ ഈ പാൻ്റെ പ്രത്യേകത. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ സവോള, നമ്മൾ കട്ട് ചെയ്ത സവോള നമ്മൾ ഇടുകയാണ്. സവോള നമ്മൾ ഇട്ടു. അതേപോലെ നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും പച്ചമുളകും നമ്മൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാണിച്ചാൽ ഇത് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. നന്നായിട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അല്പം ഉപ്പ് നമ്മൾ നേരത്തെ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നാൽ പോലും അല്പം ഉപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇത് വേഗം നമുക്ക് റെഡി ചെയ്ത് വരും. ശ്രദ്ധിക്കണം, ഉപ്പ് വെച്ചാൽ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്നാൽ പോലും നമ്മൾ അതിൻ്റെ ഒരു കണക്കനുസരിച്ച് ഒരല്പം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴിഞ്ഞാൽ ഇതൊരു ചുമന്ന നേരം വരെ നമ്മളിത് ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പം അതിന് ശേഷം നമുക്ക് നമ്മുടെ കപ്പ റെഡിയായിരിക്കണം. അതൊക്കെ ഞാൻ ഇനി കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഓക്കെ. അപ്പം ഞാൻ ഈ തക്കാളി ചേർത്തത് സവോള എല്ലാം ശരിയായ രീതിയിൽ ചുമന്നമായതിനു ശേഷമാണ് ഞാൻ തക്കാളി ചേർത്തത്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് അല്പം ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും അതേപോലെ ഒരു ടേബിൾ സ്പൂണ് എന്താ പറയുക കുരുമുളക് പൊടി നമ്മൾ ചേർത്താണ്. ഇത് അധികം വരാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. ഇതിപ്പം നമുക്കിനിയിപ്പോൾ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഞാൻ മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വേവിച്ച് വെച്ച എല്ല് ഒക്കെ നല്ല ഭംഗിയായിട്ട് വെന്ത് ആ എല്ലിൽ നിന്ന് അതിൻ്റെ ദശയും അതുപോലെ നെയ്യൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ച നമ്മുടെ സവോളയും എല്ലാം കൂടി അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഈ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യണം. ഒരു നാളികേരം അല്ലെങ്കിൽ തേങ്ങ നമ്മൾ ചെറുതായിട്ട് മിക്സിയിൽ അടിച്ച് എടുക്കണം. അത് നമ്മൾ കപ്പയിൽ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ ഭംഗിയുണ്ടോ. ഈ 2 രീതി ചെയ്യാം. ഈ തേങ്ങ വറുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അത് കൂടുതൽ രുചികരമായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയാലും ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. മസാല കുറേ സമയം എടുക്കും. അപ്പോൾ രുചി കൂടാமல் നമ്മൾ വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇറക്കുവാണ്. നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ റെഡി ആയിരിക്കുവാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ അല്പം മല്ലിച്ചപ്പും പുറകിലും അതുപോലെ കരിവേപ്പില ഇട്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മളിങ്ങനെ ഇറക്കി നല്ല അടിപൊളിയായിട്ട് ചൂടോടുകൂടി ഒരു കട്ടൻ കാപ്പിയോട് കൂടി അങ്ങ് ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ കട്ടൻ ചായ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കപ്പ ബിരിയാണി ടേസ്റ്റോടുകൂടി അങ്ങ് കഴിക്കുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു അനുഭവമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അനുഭവമായിരിക്കും. മാത്രമല്ല ഒരു ആസ്വാദനമായിരിക്കും. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ കഴിയും. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കുക, നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മലയാളികളുടെ ഏറ്റവും വലിയ ഒരു താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഹായ്, നമ്മുടെ കപ്പ ബിരിയാണി ടേബിളിലേക്കായി ഇതേപോലെ നമ്മൾ അടിച്ച് പൊളിച്ച് എന്താ പറയുന്നത്, ഈ കിടുക്കാച്ചി കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ഇതേപോലെ ഉണ്ടാക്കാൻ കഴിക്കണം. നമുക്ക് മനുഷ്യന്മാരാണെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. അപ്പം നല്ല ടേസ്റ്റിൽ ഭക്ഷണം കഴിക്കണം. അപ്പം നല്ല ടേസ്റ്റിൽ നമ്മൾ ഇതേപോലെ എല്ല് വാങ്ങുക, അതേപോലെ നല്ല കപ്പ വാങ്ങുക. അതിനുശേഷം ഇതേപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുക. അങ്ങനെ കിടുക്കാച്ചി ഭക്ഷണം ഉണ്ടാക്കി കിടുക്കാച്ചി അങ്ങനെ കഴിക്കുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ.